നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു എഗ് മസാല ദോശ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് മസാല ദോശ തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് തികച്ചൊരു വ്യത്യസ്തമായൊരു മസാല ദോശയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്നി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത സാധനങ്ങളുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കി വഴറ്റിയെടുക്കണ്ട. ഇപ്പോൾ ഈ കൂട്ട് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ തക്കാളി ചട്നി ഉണ്ടാക്കില്ലേ, ആ ഒരു ചട്നി തന്നെയാണിത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ എഗ് മസാല ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശമാവ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മസാല ദോശ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ദോശച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കട്ടിയില്ലാതെ പരത്തി കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ദോശച്ചട്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും വലിപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ പോലെ ചെറിയ ദോശ പോലെ ഉണ്ടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ദോശ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരുവിധം ഒന്ന് വെന്തതിന് ശേഷം വേണം നെയ്യ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തോട്ടൊന്നും പരത്തി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മാവൊക്കെ താഴ്ന്നിട്ട് നല്ല മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ എല്ലായിടത്തോട്ടും നെയ്യ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 3 മുട്ടയുടെ കൂട്ട് വെച്ചിട്ട് നമുക്ക് 4 മസാല ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1.5 തവിയോളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തോട്ടും പരത്തി കൊടുക്കണം. 1 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ നമ്മൾ ചേർത്ത മുട്ടയുടെ കൂട്ടൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ മസാല ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട്. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോവും. ഇതുപോലെ തന്നെ നമുക്ക് 1 മിനിറ്റ് അപ്പുറത്തൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചട്നി ഇതുപോലെ എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചട്നിയാണ് ഈ മസാല ദോശയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയും ഈ ഒരു ചട്നിയും കൂടി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലായിടത്തോട്ടും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 10-30 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് മസാല ദോശ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ആക്കിയിട്ട് വേണമെങ്കിലും മടക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മസാല ദോശ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ദോശ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഈ ഒരു മസാല ദോശ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്